ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോശത്തെക്കുറിച്ചിട്ടുള്ള SCRT ക്ലാസ്സസ് ആണ്. അതായത് SCRT ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ 6ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിലൂടെയാണ്? ഈ മൈക്രോസ്കോപ്പിലൂടെയാണ് അല്ലേ? അതാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് സൂക്ഷ്മജീവികളുടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സൂക്ഷ്മജീവികളിൽ പെടുന്നത്? അമീബ, പാരമീസിയം, യൂക്ലീന എന്നിവയെല്ലാം സൂക്ഷ്മജീവികളിലാണ്. അതായത് നമ്മുടെ ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ, ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ചെറുഘടകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കോശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട്. അപ്പം ഇവയെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അമീബ, പാരമീസിയം, യൂക്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ഏതൊക്കെയാണ്? അമീബ, പാരമീസിയ എന്നിവ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അല്ല, ഈ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ഈ ബഹുകോശ ജീവികൾ ഉദാഹരണമാണ്. അപ്പോൾ ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ എന്നിങ്ങനെ 2 തരമാണുള്ളത്. അതിൽ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യൂക്ലീന, ബാക്ടീരിയ എന്നിവ. ബഹുകോശ ജീവികൾ പറഞ്ഞാൽ ഈ ജന്തുക്കളും സസ്യങ്ങളും എല്ലാവരും ഈ ബഹുകോശ ജീവികളിൽ പെടും. അപ്പോൾ എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് എത്ര കോശങ്ങളുണ്ട് ചോദിച്ചാൽ ഒരുപാട് കോശങ്ങളുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന് കോടി കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ തന്നെ പേശികോശം, നാഡീകോശം, അങ്ങനെ വ്യത്യസ്ത തരം കോശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞതിന് ശേഷം ബാക്കി പോവാം. വസ്തുക്കളെ വലുതായി കാണിക്കുക എന്നതാണ് മൈക്രോസ്കോപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവും? ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ എന്തെന്നാണ് പറയുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ് പറയുന്നത്. ഇനി ഈ മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാനുള്ളതാണ് മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും. അങ്ങനെ 2 ദർപ്പണങ്ങളാണ് ഉള്ളത്. സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിലെ പ്രകാശത്തെ ക്രമീകരിക്കുന്നത്. ആവർത്തന ശേഷി. ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 10x, 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐപീസിലും ഇത്തരത്തിൽ രേഖപ്പെടുത്തൽ കാണാം. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കോശത്തിലേക്ക് വരാം. നമ്മുടെ കോശത്തെ കണ്ടുപിടിച്ചത് ആരാണ്? ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്കാണ് ലളിതമായ ഒരു സഹായത്തോടെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. കോക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു. അങ്ങനെ സെൽ എന്ന് വിളിച്ചു. ഇന്ന് സദരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശപഠനം എന്ന് പറയുന്നത്.
മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. സേവാഗ്രാം ആശ്രമത്തിലാണ്, 1940-ലാണ്. ഓക്കെ, സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കാനും പഠിക്കാനും നമ്മെ പ്രാപ്തരാക്കിയത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടെത്തലാണ്. ചികിത്സാരംഗത്ത് ഇത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാനുതകുന്ന ഇത്തരം ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ പറഞ്ഞിട്ട് റോബർട്ട് ബ്രൗൺ, നമ്മൾ പറഞ്ഞ റോബർട്ട് ഹുക്കാണ് കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് എന്ന് പറഞ്ഞു, 1831. അതിനുശേഷം 1838 MJ സ്ലീഡൻ, പിന്നെ 1839 തിയോഡർ ഷാന്, 1858 റുഡോൾഫ് ബ്രിഷോ എന്നിങ്ങനെയുള്ള പേരുകൾ തന്നിട്ടുണ്ട്. സസ്യ ശരീരം കോശങ്ങളാണ് നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ ജന്തു ശരീരം കോശങ്ങളാണ് നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. അത് അങ്ങനെ കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് കോശ സിദ്ധാന്തം? വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം, സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സെൽ തിയറി, കോശ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ, രൂപപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ MJ സ്ലീഡനും തിയോഡർ ഷാനുമാണ്. MJ സ്ലീഡനും തിയോഡർ ഷാനുമാണ്. അവരെന്താണ് കോശ സിദ്ധാന്തം എന്താണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നുണ്ട്, പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നുണ്ട്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നുമുണ്ട്. അപ്പോൾ ഏകകോശജീവികൾ, ബഹുകോശജീവികൾ എന്നിങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കോശത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ നാഡീകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. അപ്പോൾ കോശങ്ങളുടെ ഉള്ളിൽ പൊതുവായ ചില ഘടകങ്ങളുണ്ട്, എന്നാൽ സസ്യകോശങ്ങളിലുള്ളതും ജന്തുകോശങ്ങളിലില്ലാത്തതുമായ ഘടകങ്ങൾ വേറെയുമുണ്ട്. അപ്പം നമുക്ക് പൊതുവായ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് അവ എന്ന് നോക്കാം. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിന്റെ കേന്ദ്രം എന്താണ്? മർമ്മമാണ്. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. കോശത്തിന്റെ ആവരണത്തെ പറയുന്നതാണ് കോശസ്തരം എന്ന് പറയുന്നത്. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങളിൽ എന്തൊക്കെയാണ്? കോശസ്തരം, കോശദ്രവ്യം, മർമ്മം എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ഒരുപോലെയുള്ളത് എന്തൊക്കെയാണ്? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, ഫേനം എന്നിവയാണ്. സസ്യശരീരത്തിൽ മാത്രമുള്ളത് എന്തൊക്കെയാണ്? കോശഭിത്തി, പിന്നെ ഹരിതകം എന്നിവയാണ്. കോശഭിത്തി, ഹരിതകം എന്നിവ സസ്യശരീരത്തിൽ മാത്രം ഉള്ളവയാണ്. അപ്പോൾ ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം തന്നിരിക്കുന്നത് എന്താണ്? ഒരു സസ്യകോശത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. സസ്യകോശത്തിൽ എന്തൊക്കെയുള്ളത്? ഗോൾഗി കോംപ്ലക്സ്. നേരത്തെ ഞാൻ തന്ന പിക്ചർ വന്നിട്ട് അത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് അതിൽ അത്ര കുറച്ച് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നോക്കിക്കോ, ഇതിൽ അത്യാവശ്യം കൂടുതൽ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സസ്യകോശത്തെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. സസ്യകോശത്തിൽ എന്തൊക്കെയുള്ളത്? ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് പറഞ്ഞിട്ട് അവിടെ വര പോലെ കണ്ടില്ലേ? ഗോൾജി കോംപ്ലക്സ്. പിന്നെ ഫേനം, പിന്നെ മൈറ്റോകോൺട്രിയോൺ, കോശഭിത്തി നമ്മൾ പറഞ്ഞില്ല, അതിനെ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകം എന്നിവയാണ് സസ്യശരീരത്തിലെ കോശത്തിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺട്രിയൻ, കോശഭിത്തി, മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതകം എന്നിവയാണ് സസ്യകോശത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്.
ജീവദ്രവ്യവും കോശദ്രവ്യവും. കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം. അപ്പോൾ കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും, ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് എന്താണ്? ജീവദ്രവ്യം എന്നാണ്. എന്നാൽ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. അപ്പോൾ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ പറയുന്നതാണ് കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എന്തിനെയാണ്? ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിന് കോശദ്രവ്യം എന്നും എല്ലാത്തിനെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നുമാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. എവിടെ അടങ്ങിയിട്ടുണ്ട്? കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ട് നോക്കാം. മൈറ്റോകോൺട്രിയോൺ. എന്താണ് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത്? കോശത്തിലെ ഊർജ്ജ നിലയമാണ് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയാം. കോശത്തിലെ ഊർജ്ജ നിലയമാണ് മൈറ്റോകോൺട്രിയൻ. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. എന്തിനെല്ലാം സഹായിക്കുന്നു? ഊർജ്ജ നിർമ്മാണത്തിന് സഹായിക്കുന്നു, ഊർജ്ജ സംഭരണത്തിന് സഹായിക്കുന്നു. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. അടുത്ത എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അത് എൻ്റെ വഴിയാണ് എന്ന് പറയില്ല, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറയുന്നത് എന്താണ്? കോശത്തിനുള്ളിൽ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. അപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എന്താണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെയാണ്. അടുത്തത് റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നതാണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് ഈ റൈബോസോം കാണപ്പെടുന്നത്. അടുത്തത് ഫേനം. ക്രോണോപാസ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫേനത്തെ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് എന്താണ്? ഫേനമാണ്. അടുത്തത് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുന്നു. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി വളർച്ചയുടെ പടവുകൾ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. കോശവിജ്ഞാനത്തിന്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണ്. അത് നമുക്കറിയാലോ. എല്ലാവരും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? കോശത്തിന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. ഈ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് നമ്മൾ എന്ത് കാണാൻ തുടങ്ങി? കോശങ്ങളെ കാണാൻ തുടങ്ങി. നമ്മുടെ ശരീരം ഇത്രയും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് മനസ്സിലായത്. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നോക്കിയേ, സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് പരമാവധി 2000 മടങ്ങ് വലുതായി കാണാൻ കഴിയും. സാധാരണ മൈക്രോസ്കോപ്പിന്റെ കാര്യമാണ് പറയുന്നത്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത്. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മ ഘടകങ്ങളായ കോശാംഗങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. നമ്മളിപ്പോൾ കോശാംഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ് കോശത്തിനുള്ളിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ വന്നതോടെയാണ് ഇവയെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്.
ശാസ്ത്രം സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കും സാങ്കേതികവിദ്യ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും സഹായമാകുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മൈക്രോസ്കോപ്പിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ജീവന്റെ കുഞ്ഞറകളെ നിരീക്ഷിക്കാൻ റോബർട്ട് ഹുക്കിനെ സഹായിച്ച ലളിതമായ മൈക്രോസ്കോപ്പ് മുതൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ നൂതന മൈക്രോസ്കോപ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത മർമ്മത്തെക്കുറിച്ച് നോക്കാം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. അപ്പോൾ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? മർമ്മമാണ്. മർമ്മത്തിന്റെ അവിടെ ഒരു പിക്ചർ വന്നിട്ട് മർമ്മത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? മർമ്മകം, മർമ്മദ്രവ്യം, മർമ്മസ്തരം, മർമ്മരന്ധ്രം, ക്രോമാറ്റിൻ ജാലിക എന്നിവയാണ് മർമ്മത്തിനുള്ളിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മർമ്മകം എന്ന് നോക്കാം. ഏറ്റവും ഉള്ളിലായിട്ടുള്ള മർമ്മകം എന്താണെന്ന് നോക്കാം. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ മർമ്മകം എന്ന് പറയുന്നത് ആ പിക്ചറിൽ കണ്ടില്ല ഉള്ളിലായിട്ട്, അതാണ് മർമ്മകം എന്ന് പറയുന്നത്. അത് ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ എന്താണ് റൈബോസോം എന്ന് പറഞ്ഞത്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് ഈ റൈബോസോം കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് മർമ്മദ്രവ്യം? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. അപ്പോൾ ഈ മർമ്മദ്രവ്യം എന്ന് പറയുന്നത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. അതിലാണ് എന്ത് കാണപ്പെടുന്നത്? മർമ്മകവും കാണപ്പെടുന്നത്, ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത്. അടുത്തത് മർമ്മസ്തരം. സ്തരം എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അത് ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനെയാണോ അതിനെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോശസ്തരം എന്ന് പറഞ്ഞില്ലേ, കോശത്തെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം എന്ന് പറയുന്നത്. അടുത്തത് മർമ്മരന്ധ്രം. എന്താണ് മർമ്മരന്ധ്രം? മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. ആ സുഷിരങ്ങളിലൂടെയാണ് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുള്ള പദാർത്ഥ സംവഹനങ്ങൾ നടക്കുന്നത്. അടുത്തത് ക്രോമാറ്റിൻ ജാലിക. എന്താണ് ക്രോമാറ്റിൻ ജാലിക? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്നതാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു ജീനുകളെ ഉൾക്കൊള്ളുന്നു. ഇവയാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. അപ്പോൾ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മർമ്മത്തിൽ എന്തൊക്കെയുണ്ട്? മർമ്മകം, മർമ്മസ്തരം, മർമ്മദ്രവ്യം, മർമ്മരന്ധ്രം എന്നിവയാണ്. മർമ്മദ്രവ്യം എന്ന് പറയുന്നത് ദ്രാവക ഭാഗമാണ്. അതിലാണ് മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും ഉള്ളത്. പറഞ്ഞാൽ മർമ്മസ്തരം പറഞ്ഞാൽ വെളിയിലുള്ള ആവരണമാണ്. അതിലുള്ള ഹോളുകളെയാണ്, സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ. അടുത്തതിന് എന്താണ് പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും എന്ന് നോക്കാം. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. എവിടെയൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. അതായത് മർമ്മമില്ലാത്ത കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളെയാണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളെ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട, അതായത് മർമ്മസ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികളാണ് യൂക്കാരിയോട്ട്. അതായത് കോശത്തിൽ മർമ്മമുള്ളവയെ പ്രോകാരിയോട്ട് എന്നും മർമ്മമില്ലാത്തവയെ യൂക്കാരിയോട്ട് എന്നും പറയുന്നു. എന്താണ് ജീവസ്തരങ്ങൾ? കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ അല്ലെ. കോശസ്തരം പറഞ്ഞു, മർമ്മസ്തരം പറഞ്ഞു. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ സ്തരങ്ങളാണ്. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തരാവരണമുണ്ട്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും
കോശദ്രവ്യം തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് സ്തരങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ തമ്മിലാണ്? കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യം തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്തരങ്ങൾ വരണതാര്യസ്തരങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വരണതാര്യസ്തരങ്ങൾ? സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻസ് എന്നറിയപ്പെടുന്നു ഈ ജീവസ്തരങ്ങൾ എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏവയാണെന്ന് നമുക്ക് നോക്കാം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജൈവകണങ്ങൾ എവിടെ മാത്രമുള്ളത്? സസ്യകോശങ്ങളിൽ മാത്രമാണുള്ളത്. ഇവ 3 തരമുണ്ട്. 3 തരമാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. വർണ്ണകണം. ഏതൊക്കെയാണ്? വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. എന്തൊക്കെയാണ്? വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണം ആണ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് എന്താണ്? ഹരിതകണമാണ്. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. ആ പേരിൽ നിന്നേ നമുക്ക് മനസ്സിലാവും. ഹരിതകണമാണ് എന്ത് ചെയ്യുന്നത്? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ. സാന്തോഫിൽ എന്ത് നിറമാണ്? മഞ്ഞ നിറം. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ എന്നിവ. അപ്പോൾ വർണ്ണകങ്ങളിലെ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചില വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിൽ, കരോട്ടിൻ, പിന്നെ ആന്തോസയാനിൻ എന്നിവയാണ്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. വെള്ള എന്ന അർത്ഥം വരുന്നതാണ്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ശ്വേതകണങ്ങൾ എവിടെ കാണപ്പെടുന്നത്? ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അപ്പോൾ നമുക്കറിയാം അല്ലേ, കളർ മാറുമല്ലോ. അപ്പോൾ ഹരിതകണം എന്തായി മാറും? പാകമാകുന്നതിനനുസരിച്ച് വർണ്ണകണമായി മാറും. അന്നജം പഞ്ചസാരകളായും മാറും. അന്നജം എന്തായി മാറും? പഞ്ചസാരകളായി മാറും. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചിമാറ്റത്തിനും കാരണം. അപ്പം താഴെ ജന്തുകോശം തന്നിട്ടുണ്ട്. ജന്തുകോശത്തിൽ എന്തൊക്കെയാണുള്ളത്? സെൻട്രോസോം, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയോൺ, കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം എന്നിവയാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് ഉണ്ടായിരുന്നത്? സസ്യകോശങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഗോൾജി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, മൈറ്റോകോൺട്രിയോൺ ഉണ്ടായിരുന്നു, മർമ്മം ഉണ്ടായിരുന്നു, കോശദ്രവ്യം ഉണ്ടായിരുന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടായിരുന്നു അല്ലേ? കോശദ്രവ്യവും ഉണ്ടായിരുന്നു. ഇതിൽ എക്സ്ട്രാ ഉള്ളത് എന്തൊക്കെയാണ്? സെൻട്രോസോമും ലൈസോസോമും ആണ് അല്ലേ? സെൻട്രോസോമും ലൈസോസോമാണ് ഇതിൽ എക്സ്ട്രാ ഉള്ളത്. എന്താണ് സെൻട്രോസോം എന്ന് നോക്കാം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രോസോമിലാണ്. എന്നാണ് ലൈസോസോം എന്ന് പറയുന്നത്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ ലൈസോസോമിലാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ ലൈസോസോമിലാണ്. ഇവയും ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. അപ്പോൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഏതൊക്കെയാണ്? സെൻട്രോസോമും ലൈസോസോമും. നേരത്തെ നമ്മൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ജൈവകണങ്ങൾ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം എന്നിവയാണ് അവ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങളുണ്ട്. നാഡീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കോശങ്ങളാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. എത്ര വ്യത്യസ്ത ഇനം? എത്രയാണെന്ന് ചോദിച്ചാൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത്. നാഡീകോശം, പേശീകോശം, രക്തകോശം, അസ്ഥികോശം എന്നിങ്ങനെ
200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പല കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിലെ സുസ്ഥികാധാരം എന്ന് പറയുന്നത്. സുസ്ഥികാധാരം എന്ന് പറയുന്നത് എന്താണ്? ക്രമവും നിയന്ത്രിതമായ കോശങ്ങളുടെ പ്രവർത്തനമാണ്. കോശങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മയാണ് പ്രവർത്തിക്കുന്നത്. ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, സമാനമായ കോശങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇനി കലകൾ നോക്കാം. ഓരോ കോശങ്ങളിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരേ കോശങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും ഇതുപോലെ വിവിധ ഇനം കലകൾ ഉണ്ട്. ഈ വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നത് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട്, ഈ കലകളായി നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ ശരീരധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്? ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശം എന്ന് പറയുന്നത്. ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വിത്ത് കോശങ്ങളെ തന്നെയാണ് മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപപ്പെടുന്നത്. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് ഈ വിത്ത് കോശങ്ങൾ എന്തായി മാറുന്നത്? മറ്റു കോശങ്ങളായി മാറ്റപ്പെടുന്നത്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ കഴിവുണ്ട്. അപ്പം മറ്റു കോശമാവാനും പറ്റും, അതായി തന്നെ തുടരാനും കഴിയും. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. കലയിലെ കോശം നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് ഈ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്ത് കോശമുണ്ട്. എവിടേക്കുള്ളത്? മജ്ജയിലും ത്വക്കിലും അന്നപദത്തിലെല്ലാം ഈ വിത്ത് കോശങ്ങളുണ്ട്. ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യത്തിൽ വിത്ത് കോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. ഇത് രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമാവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ഈ വിത്ത് കോശ ഗവേഷണം എന്തുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ ഗവേഷണങ്ങൾക്ക്. നമുക്ക് ജന്തുകലകൾ, വിവിധ ഇനം ജന്തുകലകൾ നോക്കാം. ആവരണകല, നാഡീകല, പേശികല, യോജകകല. നമ്മൾ പറഞ്ഞു കോശങ്ങൾ ചേർന്നിട്ടുള്ളതിനാണ് കല എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഈ കലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആവരണകല, നാഡീകല, പേശികല, യോജകകല എന്നിവയാണ്. അല്ല, ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഈ ആവരണകലയുടെ ധർമ്മം എന്ന് പറയുന്നത്. അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നു. എവിടെയാണ്? അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിരിക്കുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നിവ നിർവഹിക്കുന്നത് ആവരണകലയാണ്. അടുത്തത് നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. നാഡീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? നാഡീകലയാണ്. അടുത്തത് പേശികല. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്ന കോശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ പേശികല എന്ന് പറയുന്നത്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? പേശികലയിലാണ്. ശരീരചലനം സാധ്യമാക്കുന്നത് ഈ പേശികലയാണ്. യോജകകല. മറ്റു കലകളെ ബന്ധിപ്പിക്കുകയോ അസ്ഥിക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നത് ഈ യോജകകലയാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജകകലയാണ്. അപ്പോൾ യോജകകലയ്ക്ക് ഉദാഹരണം ഏതാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ യോജകകലയ്ക്ക് ഉദാഹരണമാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട്. നാരുകല. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. നാരുകല എന്ത് ചെയ്യുന്നു? മറ്റു ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. കലകൾ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ,
അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ യോജകകലയാണ് ഞാൻ പറയുന്നത്. അത് പേര് പറഞ്ഞ പോലെ എങ്ങനെയാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുകൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല, ഇവയെല്ലാം ഈ ധർമ്മം തന്നെയാണ്. ഇവയെല്ലാം എന്താണ്? ഈ യോജകകലയ്ക്ക് ഉദാഹരണങ്ങളാണ്. യോജകകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അസ്ഥിക്ക് തരുണാസ്ഥിക്കും ചലനം സഹായിക്കുന്നതിനോട് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ചെയ്യുന്നത് ഈ യോജകകലകളാണ്. ദ്രവ്യകലയായ രക്തവും യോജകകലകളിൽ പെടുന്നുണ്ട്. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങിയ വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജന്തുക്കളിൽ അങ്ങനെയല്ല അല്ലേ. മെരിസ്റ്റമിക കലകൾ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ. അപ്പോൾ എവിടെയാണ് അവ കാണപ്പെടുന്നത്? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ മെരിസ്റ്റമിക കോശവും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിൻ്റെയും പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഈ മെരിസ്റ്റമിക കോശത്തിൽ കൂടുതൽ കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട്. കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണുള്ളത്. താരതമ്യേന വലിയ മർമ്മവുമാണുള്ളത്. അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയതിൽ പ്രാഥമിക ഭിത്തി, കട്ടി കൂടിയ ദ്വിതീയ ഭിത്തി എന്നിവ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സസ്യകാണ്ഡത്തിൻ്റെ ഘടനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോളൻകൈമ, പാരൻകൈമ, സ്ക്ലീറൻകൈമ, ഫ്ലോയം, സൈലം എന്നിങ്ങനെയാണ് സസ്യകാണ്ഡത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. കോളൻകൈമ, അതിന് താഴെ പാരൻകൈമ, സ്ക്ലീറൻകൈമ, ഫ്ലോയം, സൈലം എന്നിവയാണ്. എന്താണ് ഈ പാരൻകൈമ എന്ന് പറയുന്നത്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് ഈ പാരൻകൈമ എന്ന് പറയുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ പാരൻകൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇനി കോളൻകൈമ, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് ഈ കോളൻകൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സ്ക്ലീറൻകൈമ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണിവ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. സംവഹന കലകൾ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതിനാൽ ഇവ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ സംവഹന കലകളാണ് സങ്കീർണ കലകൾ, കോംപ്ലക്സ് ടിഷ്യൂസ് എന്നും അറിയപ്പെടുന്നത്. സസ്യങ്ങളിലുള്ള രണ്ടു തരം സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും. എന്നാണ് സൈലം? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്നു. അപ്പോൾ സൈലത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലായ? വേരിൽ നിന്ന് ജലവും ലവണവും ഇലയിലെത്തിക്കും. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതും ഈ സൈലം തന്നെയാണ്. അടുത്തത് ഫ്ലോയം. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഈ ഫ്ലോയം എന്ന് പറയുന്നത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ ഇലയിലേക്ക് എത്തിക്കുന്നത് ജലവും ലവണവും, ഇലയിലേക്ക് എത്തിക്കുന്നത് സൈലവും, അവിടെ നിന്ന് എല്ലാം റെഡിയായ സാധനങ്ങൾ ബാക്കിയുള്ള ഭാഗത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഫ്ലോയവും ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോശത്തെക്കുറിച്ചിട്ട് ഒരുവിധം നമ്മുടെ SCERT ചാപ്റ്റേഴ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.